നമ്മളിപ്പോ കേരള മുസ്ലിം ജമാഅത്ത് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ച് ഇൻഷാ അല്ലാഹ് വരുന്ന 1-ാം തീയതി ഉള്ളാളത്ത് നിന്ന് സിയാറത്ത് കഴിഞ്ഞ് ചെർക്കള വെച്ച് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഉസ്താദിന്റെ 3-ാം കേരള യാത്ര അത് നടത്തുന്നുണ്ട്. മനുഷ്യർക്കൊപ്പം എന്നാണ് അതിന്റെ പ്രമേയത്തിന്റെ പേര്. മനുഷ്യർക്കൊപ്പം ഏതോ മനുഷ്യന്മാര് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളും അവരെ കൂടെ കൂടുക എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജാതി മത വ്യത്യാസമന്യേ എല്ലാ മനുഷ്യർക്കും ഉപകാരം ചെയ്യുക എന്നാണ്. എല്ലാവർക്കും നല്ലത് ചെയ്തു കൊടുക്കുക എന്നാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഏതെല്ലോ മനുഷ്യന്മാര് നടക്കുമ്പോലെ നമ്മൾ അവർക്കൊപ്പം നടക്കുക എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല. ഞാൻ എന്റെ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഏതെങ്കിലും മനുഷ്യർക്കൊപ്പം നിന്നാലും നിന്നില്ലെങ്കിലും അത് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തവരുണ്ട്. ഏതെങ്കിലും മനുഷ്യന്മാർക്കൊപ്പം നിന്നാലും നിന്നില്ലെങ്കിലും എന്ന് പറഞ്ഞതിനർത്ഥം മനുഷ്യർക്കൊപ്പം എന്ന ആ പ്രമേയം നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നല്ല. ഇപ്പൊ എല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. മറിച്ച് നമ്മളെല്ലാം തന്നെയാണ് ആ പ്രമേയം തെരഞ്ഞെടുത്തത്. ഞങ്ങൾ എല്ലാവരും കൂടി തെരഞ്ഞെടുത്ത പ്രമേയം. കാരണം മനുഷ്യൻ വർഗീയവാദിയാകാൻ പാടില്ല, മനുഷ്യൻ അക്രമകാരിയാകാൻ പാടില്ല, മനുഷ്യൻ പരസ്പരം വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്നവനാകാൻ പാടില്ല. മറിച്ച് മനുഷ്യൻ പരസ്പരം സഹകരിക്കുകയും ഉപകാരം ചെയ്യുകയും ചെയ്യുന്നവനാകണം. അതാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ വിവേചനങ്ങളൊന്നും ഇല്ല. മനുഷ്യന് വലിയ ബഹുമാനമുണ്ട്. ഈ ഭൂമി തന്നെ മനുഷ്യന് വേണ്ടിയാണ് സ്ഥാപിച്ചത് എന്ന് അല്ലാഹു പറയുന്നു. ഭൂമിയിലുള്ളതൊക്കെയും മനുഷ്യരായ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പഠിച്ചതാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് സൃഷ്ടികൾ അല്ലാഹുവിന്റെ ആശ്രിതരാണ്. അതിനാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അല്ലാഹുവിന്റെ ആശ്രിതരായ സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുന്ന, ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളാണ്. അങ്ങനെ മനുഷ്യർക്കൊപ്പം നിങ്ങൾ കണ്ടില്ലേ, നിമിഷപ്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ, അവൾ അങ്ങ് യമനിൽ കൊല്ലപ്പെടാൻ പോകുന്നു. കുറഞ്ഞ മണിക്കൂർ മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി. അവളെ മതം ഏതാണ് എന്ന് നോക്കിയില്ല. അവൾ നമ്മുടെ ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ കൊല്ലപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെട്ടു. ഇതാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിന്റെ ഒരു ചെറിയ ഉദാഹരണം. അവിടെ ആ സ്ത്രീ മുസ്ലിമല്ലല്ലോ എന്ന് ശൈഖുനാ ചിന്തിച്ചില്ല. കാരണം എല്ലാ മനുഷ്യരോടും ദയയും കാരുണ്യവും എല്ലാ മനുഷ്യർക്കും നന്മയും ചെയ്യുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. വർഗീയതയില്ല, ഭീകരതയില്ല, തീവ്രവാദമില്ല. ഇതാണ് മനുഷ്യർക്കൊപ്പം. അല്ലാതെ ഇപ്പൊ ഈ അടുത്ത് കേരളത്തിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞു, പഞ്ചായത്ത് കഴിഞ്ഞു. കുറച്ച് സ്ത്രീകൾ റോട്ടുമ്പിൽ ഇറങ്ങിയിട്ട് ആണുങ്ങളെ കൂടെ നിന്നിട്ട് തുള്ളലോ തുള്ളൽ, ഭയങ്കര തുള്ളൽ. അതും മനുഷ്യന്മാരാണല്ലോ. മനുഷ്യർക്കൊപ്പം നമ്മൾ പോയി തുള്ളന്നെ, ബാക്കിയുള്ള പെണ്ണുങ്ങൾ പോയിട്ട് അവിടെ തുള്ളന്നെ. അതല്ല മനുഷ്യർക്കൊപ്പം എന്നതിന്റെ അർത്ഥം. മനുഷ്യർക്ക് മുഴുവനും ഉപകാരം ചെയ്യുക എന്നതാണ്. ആ ഉപകാരത്തിൽപ്പെട്ടതാണ് തുള്ളാൻ പാടില്ല എന്ന് പ്രസംഗിക്കുക. കാരണം അങ്ങനെ ഈ മുസ്ലിം സ്ത്രീകൾ, നമ്മുടെ മുസ്ലിം സ്ത്രീകളോടാണല്ലോ മതത്തിന്റെ നിയമം പറയും. അല്ലാത്ത സ്ത്രീകളോട് നമ്മൾ നിസ്കരിക്കണമെന്ന് അറിയണ്ടോ? ഇല്ലല്ലോ. ഈ മുസ്ലിം സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ കൂടെ പോയിട്ട് റോട്ടും വന്ന് തുള്ളിയാൽ അവർ നരകത്തിലേക്ക് പോകും. അപ്പൊ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് അവർക്ക് ഉപകാരം ചെയ്യൽ. അത് തുറന്നു പറയണം പണ്ഡിതന്മാർ. അതും ഞാൻ അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചിലർ അവര് സ്വർഗത്ത് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് സെൽഫിയായി, സ്വർഗത്ത് കിടക്കണമെന്ന് വെച്ച് ജമാഅത്ത് ഇസ്ലാമി, ചിലർ സ്വർഗത്ത് കിടക്കണമെന്ന് വെച്ചിട്ട് തബ്ലീഗിയമായതായി, വേറെ ചിലർ സ്വർഗത്ത് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് ആലിമീങ്ങളെ ചീത്ത പറയുന്ന ബുഹ്താനി ത്വരീഖത്തായി. ബുഹ്താൻ തരീഖത്ത് തന്നെ കള്ളം പറയുന്ന തരീഖത്ത് നേരത്തെ. ബുഹ്താൻ തന്നെ കള്ളം, പച്ചക്കള്ളം.
കള്ളം മാത്രം പറയില്ല, ബുഹ്താനി തരീഖത്ത്. ഈ ബുഹ്താനി തരീഖത്ത് പോയിട്ട് ഓരോരുത്തർ ഇങ്ങനെ കളവ് ഇങ്ങനെ വിളിച്ചു പറയും, ആലിമീങ്ങളെ ചീത്ത പറയും, ആലിമീങ്ങളെ കുറ്റം പറയും ചെയ്യുമ്പോ അത് തരീഖത്താണെന്ന് വിചാരിച്ച ആളുകൾ പോയി കൂടിയാൽ അവർ നരകത്തിലെത്തും. അപ്പൊ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അവർക്ക് ചെയ്യുന്ന ഉപകാരമാണ്. അമ്പിയാക്കൾ മുഴുവനും ചെയ്ത ദഅവത്തിന്റെ പ്രവർത്തനം അതാണ്. ഈമാൻ തെറ്റിപ്പോകാതെ ജനങ്ങളെ ഈമാനിലേക്ക് കൊണ്ടുവരിക, ഈമാനിലെത്തിയവരെ ഈമാനിൽ പിടിച്ചു നിർത്തുക, അതല്ലേ അമ്പിയാക്കൾ ചെയ്ത ദഅവത്ത്. ആ ദഅവത്താണ് പണ്ഡിതന്മാർക്കും ചെയ്യാനുള്ളത്. അതേ സമയത്ത് അമ്പിയാക്കളുടെ പ്രവർത്തനത്തിൽ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയാലും നടത്തിയില്ലെങ്കിലും നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അതേ ആശയപ്രചരണം നടത്തണം എന്ന് ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതിനർത്ഥം സാന്ത്വന പ്രവർത്തനം വേണ്ട എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല.